ഹായ്, ഇന്ന് ഞാൻ പറയാൻ പോണത് 3 ഡേയ്സ് ഇൻ മൈ ലൈഫാണ് കേട്ടോ. അതും കായംകുളത്തെ 3 ഡേയ്സ് ഇൻ മൈ ലൈഫ്. നമ്മൾ പറയില്ലേ കൊല്ലാകൊല്ലം ആ അമ്പലത്തിൽ പോകണം, ഈ അമ്പലത്തിൽ പോകണം, ഞാൻ ഇവിടെ പോകാറുണ്ടെന്ന്. അതേപോലെ എല്ലാ കൊല്ലവും ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്, കായംകുളം. എല്ലാ കൊല്ലത്തെയും പതിവ് പരിപാടി പോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എന്നെ വിളിക്കാൻ വേണ്ടി അവർ 3 പേരും വന്നിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തെ ആളാണ് ഇത് ഞങ്ങളുടെ ക്ലൗഡിഷ്. ഡ്രസ്സ് മാറ്റി ചെന്ന ഉടനെ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടി എന്നുള്ളത് ആ തൊട്ടടുത്തുള്ള പഴങ്കഞ്ഞിക്കടയിൽ പോയിട്ട് കുറച്ച് നേരം പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് ആ കൊല്ലത്തെ എല്ലാ വിവരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യലാണ്. എന്താണെന്നറിയത്തില്ല, എങ്ങനെ പ്ലാൻ ചെയ്താലും ഈ സ്പോട്ടിലേക്കായിരിക്കും ഞങ്ങൾ ആദ്യം എത്തുന്നുണ്ടാവുക. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ മൂവ് ചെയ്തു. ഒന്നുമല്ല, നഷ്കുവിന് കുറച്ച് മുടി വെട്ടാനുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് ബുക്സ് മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ അവിടെ അല്ലറ ചില്ലറ കടകളിലൊക്കെ കറങ്ങിയിട്ട് നമ്മളിതേ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിരുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ഈ ചേച്ചിയുടെ കയ്യിലൊരു സർബത്തും കുടിച്ച് പിന്നെ അവിടുന്ന് നേരെ ഒരു ഷവർമയും കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ചാൽ എടുത്ത ഫോട്ടോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എയർ ഡ്രോപ്പ് ചെയ്യലാണ്. ആ ഫോട്ടോ നന്നായില്ല, ഈ ഫോട്ടോ നന്നായില്ല എന്നുള്ള അരമണിക്കൂറുള്ള കുറ്റമറിച്ചിലാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഓഫ് ദി ഡേ. പിന്നെ ക്യാമറയും കൊണ്ട് പോയതുകൊണ്ട് ഒരു ഫോട്ടോഷൂട്ട് നിർബന്ധമാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തിനാ സാരി എടുത്തത് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ ആ സാരി ചൂടെടുത്തിട്ട് ഞാൻ എടുത്ത് ഊരിക്കളഞ്ഞായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നൈസായിട്ട് ക്ലൗഡിഷ് പണി തന്നു. നമ്മൾ സെറ്റ് ഇട്ട സ്ഥലത്ത് വന്നിട്ട് അവൻ മൂത്രം ഒഴിച്ചിട്ടാണ് പോയത്. അച്ഛൻ്റെയും അമ്മയുടെയും ക്ലൗഡിഷിൻ്റെയും എല്ലാവരുടെയും ഒരു സജീവ പ്രവർത്തനമായിരുന്നു കേട്ടോ ഈ ഫോട്ടോഷൂട്ട്. നല്ല വെയിലുണ്ടായിരുന്നു. ശരിക്കും 6 മണിക്കാണ് ഞങ്ങൾ എണീറ്റത്. എന്നിട്ടും ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 10 മണിയുടെ വെയിലത്താണ് എല്ലാം റെഡിയാക്കിയിരുന്നത്. ആരെങ്കിലും ഈ സമയത്ത് ഷൂട്ട് എടുക്കുമെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അപ്പോൾ ഷൂട്ടും പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഔട്ട് ഇറക്കണം, ഉടൻ തന്നെ ഔട്ട് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്മ എനിക്ക് വേണ്ടി പാക്ക് ചെയ്യുന്ന അച്ചാറും ചമ്മന്തിപ്പൊടിയും ഒക്കെയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് എല്ലാ കൊല്ലവും എനിക്ക് കൊടുത്തുവിടുന്ന സാധനങ്ങളാണിത്. ഇതില്ലാതെ ഞാൻ ഇവിടുത്തെ പോവില്ല എന്ന് പറയുന്നതാണ് സത്യം. അങ്ങനെ എൻ്റെ 3 ദിവസത്തെ മനോഹരമായ കായംകുളം ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തിരിച്ച് ഞാൻ അടുത്ത വർഷം വരാം എന്ന് പറഞ്ഞാണ് പോയി വരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബായ്.